കഴിച്ചപ്പോൾ ഇവിടെ പെരുന്തണുപ്പാട്ടോ. ഒന്നാമത് നമ്മൾ ആ കൈ കുപ്പായം കൂടി വിട്ടിട്ടുണ്ട്. പുടുത്ത മുട്ട തണുപ്പാച്ചാൽ പുടുത്ത മുട്ട തണുപ്പാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും തണുപ്പാണ് ഇവിടെ. ഈ മൂന്നാറൊക്കെ പോയ വല്ല തണുപ്പ് മട്ടെന്നറിയോ. നമുക്ക് എത്താൻ കുറച്ച് കിലോമീറ്റർ കൂടെ കേട്ടോ. കറക്റ്റ് കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കണ്ടാ. ഇവിടുന്ന് നമുക്ക് കുരിശുമലയ്ക്ക് ഒരു 3 കിലോമീറ്ററോളം ഉണ്ട്. അവിടേക്കൊന്ന് പോകണം. അവിടേക്കാണ് പോകുന്നത് കാര്യമായിട്ട് വേണ്ടിയാ കക്കാടംപൊയിൽ. അപ്പോൾ കറക്റ്റ് കക്കാടംപൊയിലുള്ളത്. ഇനി ഇവിടുന്ന് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോവാം. നമ്മൾ കുരിശുമല വ്യൂ പോയിൻറ്റിലുള്ള സ്പോട്ട് എത്തിയിട്ടാണ്. നമ്മൾ വന്ന റൂട്ട് നേരെ കയറിയാൽ മതി. പക്ഷെ നമുക്കറിയാം നമ്മൾ ഗൂഗിൾ മാപ്പിൽ കണ്ടത് വേറെ സ്പോട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കറക്റ്റ് സ്പോട്ടിലെത്തിക്കണേ. കറക്റ്റ് സ്പോട്ടിലെത്തിക്കണേ. നമ്മൾ കുറച്ച് കാടിൻ്റെ ഉള്ളിലൊക്കെ പെട്ട് കുറേ ലോക്കായി. കുരിശുവിടാ ഇവിടുന്ന് കാണിയടാ വെച്ചാ എൻ്റെ ഗ്ലാസ് വെച്ച് മാണ്ട ഇത് കിട്ടൂടാ. അത് ഒപ്റ്റിക്ക് ഡിജിറ്റൽ സൂമാണ്. കിട്ടൂല. എവിടെ നമുക്ക് അവിടുന്ന് എന്തായാലും കാണാലോ. കുരിശ് ഇവിടുന്ന് കാണിയടാ വെച്ചാ ജേട്ടാ താലിയാ നമുക്ക് പോയോക്കെട്ടാ. കാരണം കാടിൻ്റെ ഉള്ളിൽ എത്ര ഇരുട്ടത്ത് പെട്ട് പറഞ്ഞാൽ ആ ഒരു വീഡിയോയിലേക്കാണ് കൂടുതൽ ഇരുട്ടേക്കരം. പക്ഷേ അതിലുണ്ടല്ലോ അയാൾ 5 ഉള്ളതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ കയറിയത്. ഞാൻ ആ പെട്ട് പറഞ്ഞാൽ പെട്ട് ഇവിടെ ഒരുത്തണ്ട്. മറ്റേ അവിടെ ഒരു പെര കാണുന്നുണ്ട്. ആ പെര കണ്ടപ്പോൾ തന്നെ പേടിയുണ്ട് പറഞ്ഞ ടീമാണത്. 5 ആളുണ്ട്. 5 ആളുണ്ടാകുമ്പോൾ പേടിച്ചാൽ മാത്രമുള്ളൊന്നുമില്ല. ഒരാളാണ് ഓക്കെ. പക്ഷെ ഇത് 5 ആള് എന്താ പറയാ. നമുക്ക് എന്തായാലും ഇങ്ങനെ പോയി നോക്കാം. അപ്പോൾ നേരെ നടന്നു വന്നിട്ട് ഇങ്ങനെ നേരെ റോഡാണ്. അതിൻ്റെ സൈഡിലേക്ക് ഒരു റോഡുണ്ട് ക്യാച്ചുള്ള. അതിമ കണ്ടിട്ട് പോണേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല കയറ്റം വരുന്നുണ്ട് നമ്മളെ മുമ്പിൽ. വേണേ ഈ കയറ്റം ഒരു 50 മീറ്ററോളം വണ്ടി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണേ ഇവിടം വരെ കയറാം. നമ്മൾ കുറച്ച് കണ്ട് നടന്ന് വന്നേ. പിന്നെ ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്പോട്ട് ചെയ്യുക. അതാണ് പ്രശ്നം. നമ്മുടെ ഈ JCBൻ്റെ ഈ പ്രോപ്പർട്ടീൻ്റെ ഓണർ അവിടെ പൂട്ടിയിട്ടാണ്. അത് ഓരോരുത്തരുടെ പ്രോപ്പർട്ടി അല്ലേ. അവിടെ പാർക്ക് ചെയ്യാനുള്ള ആ സ്പോട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വണ്ടി എടുക്കാൻ ലോക്ക് അവർ വെച്ചിട്ട്. അവിടെ നല്ലൊരു പാർക്കിംഗ് സ്പോട്ടും കാര്യങ്ങളുള്ളതുകൊണ്ട് അവിടെയാണ് വണ്ടി വെച്ച്. നടുവിൽ ഇതൊക്കെ നമുക്കൊരു പോത്തുംകുട്ടി ഇവിടെ നിൽക്കണ്ട ചാ. സാധനമോ ഇങ്ങനെയൊക്കെ ഉണ്ട് കണ്ടിയാ. ഇതേമാരത്തെ ഒരു ഐറ്റത്തിനാ മേങ്ങി സമ്പന്ന മേങ്ങി പെട്ടതാണ്. ഓരോരോ പെടലാണ് നമുക്കറിയാതെ പോയി മേങ്ങണ്ടൊക്കെയാണ്. അത് നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ കണ്ടിയാ. അവിടെ ഇരുന്ന് കുറച്ചാട് കയറിയപ്പോൾ തന്നെ നമ്മൾ പങ്ങിങ്ങനെ. പക്ഷേ അതേമാതിരി ഒന്നല്ല. കുറച്ച് സ്റ്റാമിനൊക്കെ വേണോ. അവിടെ കയറി വെക്കാം. എന്തെങ്കിലും നല്ല വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും നോക്കട്ടെ. ഇവിടുന്ന് സൺറൈസിൻ്റെ വ്യൂ നോക്കി. സണ്ണ് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. സണ്ണ് വീഴ നോക്കാം നോക്കി. സൂര്യൻ വീഴ നോക്കാം. കാലൊക്കെ കടിച്ചിലെടുക്കുന്നുണ്ട് കേട്ടോ. ഇമ്മാതിരി കാറ്റാണ്. ആലോക്കി നിങ്ങളെ ഏതാ ഇവിടെ എന്തൊക്കെയാ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റപ്പാണ് സംഭവം. റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കണ്ട് കയറി വെക്കാം. വ്യൂ നോക്കി നിങ്ങളെ. സൂര്യൻ അവിടെ നിന്ന് വരുന്ന ആ റിവ്യൂവും കാര്യങ്ങളാണ്. സൂര്യൻ അങ്ങോട്ട് എത്തിയിട്ടില്ല. അത്യാവശ്യം നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചെങ്ങൈമേല വെക്കണേ അവിടെ എത്തിയിട്ടാ. ഞാൻ പിന്നെ വീണങ്ങനെ കാത്തുനിന്ന് ഇങ്ങനെ ഓനും ഞാനും ഒപ്പം ഇങ്ങനെ പോവാണേ. എനിക്ക് വീഡിയോ എടുക്കാനുണ്ട്. ഓനക്ക് നടന്നെത്തും വേണം. അപ്പോൾ രണ്ടാളും ഒപ്പം ഇങ്ങനെ വീഡിയോ എടുത്ത് ഓനക്ക് നടന്നെത്താനും വേണ്ടി വീഡിയോ എടുത്ത് ഇങ്ങനെ പോവാണ്. ഇപ്പോൾ വ്യൂ നോക്കി നിങ്ങളെ. അറനാക്കി വ്യൂ അല്ല നേരത്തെ കണ്ടിയാ അതേ വ്യൂ ആണ് കേട്ടോ. പക്ഷെ സൂര്യൻ അങ്ങോട്ട് കാണില്ല. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ പക്കണ്ട വ്യൂ. എന്താ പറയുക, വല്ലാത്തൊരു വൈബായി പോടാ. എല്ലാവരും വെള്ളമെടുത്താൽ മതിയില്ല. എടുക്കേണ്ടി നമ്മളാണ് നിൻ്റെ ആ കാട്ടിൽ വിട്ടതാണ് വെച്ചത്. ഇല്ല വെള്ളം കുപ്പിയൊക്കെ. പിന്നെ അതല്ല ഒന്നാമത് ഒരു നേരത്താണ് ഞങ്ങൾ എത്തിക്കേണ്ടത്. എത്ര മണിക്ക് നമ്മൾ ഇറങ്ങിയത്? 12 മണിക്ക് പെരിയിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ചെങ്ങായിൻ്റെ അവിടെ നിന്ന് 2 മണിക്കായിട്ട് ഇറങ്ങി. 2-2:15 ഇറങ്ങി. പിന്നെ ഇവിടെ ഏകദേശം ഒരു 4 എത്ര ആയപ്പോൾ എത്തിയില്ലടാ. എത്ര ആയപ്പോഴാ? ഒരു 5 മണിക്ക് ഇവിടെ എത്തിക്കണില്ല മറ്റേ കാട്ടിൽ. അല്ല പറയണ്ട. എന്തായാലും രസം ഇനിട്ടാ. ആ ഒരു വീഡിയോ ഞാൻ ചിലപ്പം വേറെ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൽ ഫുള്ള് ഇരുട്ടാണ്. ഒരു 6 മിനിറ്റോളം ഉണ്ടാവും. 6 മിനിറ്റോളം ഉണ്ട് എന്ന് വെച്ചാൽ ഫുള്ള് വർത്താനം പറയണം. പിന്നെ ഇഷ്ടമില്ലാതെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊന്ന് കയറി കണ്ടോക്കിയൻ്റെ കുട്ടേട്ടോ. ഇവിടെ എന്തൊക്കെ കാടൊക്കെ ഉണ്ടിട്ടാ. കണ്ടി ഞങ്ങൾ 2 ഭാഗത്തും കാടുണ്ട്. ഇവിടെ കോൺക്രീറ്റ് റോഡ് ഉണ്ടെന്ന് തോന്നണേ.
ഫുള്ള് പൊട്ടി പൊളിഞ്ഞ മരുണ്ട് കണ്ടില്ല. ഇവിടെയൊക്കെ പൊളിഞ്ഞിങ്ങനെ, ഇവിടെയൊക്കെ ആ റോഡിൻ്റെ ബാക്കിയുണ്ട്. അങ്ങനെ കയറി നോക്കാം. അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഏതൊരു ബൈക്ക് കയറിയിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചുതരാം. കണ്ടില്ല, ഓഫ് റോഡ് ബൈക്കുകൾ കയറുന്നുണ്ട്. അതിൻ്റെ ചേസ് തട്ടി ഏതാണ്, അതിൻ്റെ എൻജിൻ്റെ ഭാഗം അടി തട്ടിയിട്ട് അവിടെ ആ ഒരു കുണ്ടിൽ ഓല അങ്ങോട്ട് കയറി പോയി. എന്നിട്ട് ബൈക്ക് കയറും. അപ്പം സംഭവം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റോഡ് ഇഷ്ടപ്പെടും. കാരണം കുറേ കുണ്ടും കുയും കാര്യങ്ങളുണ്ട്, കുറേ നല്ല റോഡും ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ സംഭവം പക്കയാക്കാരം ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. കാരണം കുറേ കുണ്ടും കുയും കാര്യങ്ങളുണ്ടല്ലോ റോഡുമിൽ, സീനൊന്നുമില്ല. നമ്മളെ വണ്ടിയിട്ടൊന്നും നമ്മൾ വന്നിട്ടില്ല കേട്ടോ. നമുക്കൊരു പേടി. അതുകൊണ്ടാണ് പേടി വെച്ചാൽ അത് ഒന്നാമത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, എങ്ങനെയാണെന്ന് അറിയാം. അതുകൊണ്ടാണ് വരാഞ്ഞത്. നേരൊക്കെ വന്നിട്ട് വെളുത്ത് വന്നപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. ബാക്കത്തെ വ്യൂ നോക്കി ഞങ്ങൾ നേരത്തെ കണ്ട വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഇപ്പോഴും അവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. അവർ ആ ബന്ധം കെട്ടിക്കണേ, വെള്ളം എടുത്താൽ മതിനു. നമുക്കെന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമാണ്. ഇവൻ്റെ കയറിനാ ഇവിടെ നിന്ന് കേട്ടേ നമ്മളെ കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ഓഫ് റോഡാണ്. ഇവിടെ ഇനിയിപ്പോൾ അപ്പുറത്ത് എന്താ പാടെന്നറിയാം. അപ്പോൾ എന്തായാലും നോക്കാം. എൻ്റെ രൂപം ശരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിലാവും കുരിശില കുരിശ് എങ്ങനെ കയറണ്ടോ വാ. ഏകദേശം എത്തിയ മട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു മറ്റേ പ്ലാസ്റ്റിക് ബോട്ടിൽ നിക്ഷേപിക്കാനുള്ള ഒരു ഡബ്ബിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കണ്ട് എഴുതി വെച്ചിക്കണ് ഒരു നിർദ്ദേശമുണ്ട്, ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്, ശിക്ഷാർഹാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിർദ്ദേശം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരെ ഇവിടെ ഒരാളാണ്, അതിന് വേണ്ടി ഒരു ഡബ്ബിങ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിക്കണേ. ഓലിവിടെ നിന്ന് ഇവിടുന്നോ സൗണ്ട് കേൾക്കുന്നുണ്ട് ചങ്ങായിമാരാ. എവിടെയാണോ സാലോ, എവിടെ തന്നെ എവിടെ യോമേരെ ഓ ഏറ്റാണ് കേട്ടോ. ഏറ്റാൻ വലിയ സംഭവമൊന്നുമില്ല. ഇതുവരെ കയറ്റി നോക്കുമ്പോൾ ഇതൊന്നും കയറ്റില്ല. അവിയാ കയറണ്ടേ. അപ്പോൾ നമ്മളിങ്ങനെ കയറി കൊണ്ടുക്കണേ അങ്ങനെ. അതാ മോനെ വേറെ സാധനം ബാക്കൊക്കെ വീടാ. എടാ ഊടാളുണ്ടല്ല, ഊടാളുണ്ട്. ഔടെ അങ്ങനെ കണ്ട അവിടെ അങ്ങനെ ഞാൻ റൗണ്ട് ഇട്ടിക്കണേ. അവിടെ ആളുണ്ടിട്ടാ അവിടേക്ക് അങ്ങനെ പോലെന്നാവും. അവിടെയൊക്കെ എത്തണം ശരിക്കും പറഞ്ഞാൽ. നല്ല ഹൈറ്റല്ല, അത്യാവശ്യം നല്ല കാറ്റും തണുപ്പും ഉണ്ടാവും. ക്യാമറ കിട്ടിയല്ല. ഇതാണ് അയിക്കൂടെ കണ്ടിട്ടുണ്ടല്ല, ഈ കൂടാ ഇതൊക്കെ ഇടാ. അവിടെ ഒരു വയ്യാണ് ഉണ്ടല്ല, ഇവിടെ ഒരു വയ്യ ഉണ്ടല്ല. നോക്കാം നമുക്ക് ആദ്യം ഈ കുരിശ് കണ്ടുവരാ. അവ ആകെ പെട്ടുകിടും. നമുക്ക് കയറാം. ചങ്ങൈമാരൊക്കെ ഉണ്ടാ തീ കിട്ടണം. തീ ഇതൊക്കെ കണ്ടിയ്യ ഓല അവിടെ തീക്കണേ. നമുക്ക് തീ കൂടെ അങ്ങനെ കയറാം. ഈ ഒരു മലൻ്റെ വ്യൂ നോക്കിയിട്ടാ യാതനാക്കി വേറെ മൂട് സാധനം കേട്ടാ. അവയാ കയറി മച്ചാ, കയറി അവിടെ നേരത്തെ കണ്ടീ നേരത്തെ ആൾക്കാർ തന്നെ. വേറെ കുറേ ആൾക്കാരുണ്ടല്ലോ അവിടെ ഉണ്ടാ. അവിടെ കുറേ ആൾക്കാരുണ്ട്. അവിടേക്ക് എത്തിയ വൈബ് ഔട്ടാ. കാരണം അത്യാവശ്യം കാറ്റുണ്ടാവും, അത്ര ഉയരമുള്ള സ്ഥലമല്ല. അവിടെ ഒരു കൂട്ടമുണ്ട്, 2 കൂട്ടം വെച്ചിട്ടുണ്ടല്ല. എന്തായാലും ഇതാദ്യം തീർക്കാം. ബാബാ കയറി ഓഫ് റോഡിൻ്റെ ജീപ്പ് ഇവിടെ എത്തിയിട്ടാ. ഇവിടെ ഇപ്പോൾ ജീപ്പ് സർവീസ് ഉണ്ട്. തിരിച്ചിറങ്ങാൻ എന്താ പാടെന്ന് അറിയട്ടോ. ഇവിടെ അങ്ങനെ കാണുന്നില്ല ജീപ്പുകൾ തിരിച്ചിറങ്ങാനുള്ള. എന്താന്നാവോ. അവൻ എന്തായാലും കയറാം. ഇവിടെ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിരിക്കണേ. നമുക്ക് എന്തായാലും ഇനി മുകളിലെത്തട്ടെ. ഹോട്ടലിൻ്റെ 2ാമത്തെ ഊത്തിട്ടാ. നോക്കിങ്ങളെ ഏറ്റവും ടോപ്പിലെത്തി. ഔടി ആൾക്കാരുണ്ട് കേട്ടോ. വേറെ നാക്കി കൂട്ടാ. സൂര്യൻ അവിടുന്ന് പൊന്തി വരുന്നുണ്ട്. സൂര്യൻ ഇപ്പോഴും എത്തിയിട്ട് കേട്ടാ. യാതെ കാറ്റ് വേറെ നാക്കാൻ കേട്ടാ. അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളുണ്ട്. പിന്നെ കാറ്റും കാര്യങ്ങളൊക്കെ പക്കാം. നമുക്ക് ആ മുകളിലേക്ക് കയറാൻ പറ്റുമോ നോക്കാം. അവിടെ ഒന്നും കൂടി കാറ്റുണ്ടാവും. വേറെ എവിടെ ടെൻ്റല്ല മേരെ അവിടെ എത്തിയിട്ടാ. ഒരാ പാറമ കയറി വാ പോവാ. ഇവിടെ നിന്ന് ഞാക്കട്ടോ ഒന്നുകൂടി ഞാക്കായി തോന്നിയുണ്ട്. അങ്ങോട്ട് ഇങ്ങനെ പോവാ. അവിടെ ടെൻ്റൊക്കെ ഉണ്ട്. അവിടെ ഇവിടുന്ന് കാണില്ല. അങ്ങോട്ട് പോയി നോക്കാം. വന്നതിനുള്ള മുതലുണ്ട് കേട്ടോ അവിടെ. അവിടെ ഒന്നാമത് സീസൺ ടൈം കൂടിയാണെന്നുണ്ടെങ്കിൽ പാറിയും വേണ്ടിരിക, കോടയും പാറിയും വേണ്ടിരിക അമ്മട്ടേക്കരം. കാരണം അത്യാവശ്യം മുതലുണ്ട് ഇവിടെ വന്നതിനുള്ള. ഇനി ഇവിടെ കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി കാണണം നമുക്ക്. ഇവിടെ ഇനി ഏറ്റവും ടോപ്പിലുള്ള വ്യൂ കാര്യങ്ങളൊക്കെ നോക്കാം. എന്താടാ രാവിലെല്ലാ നമുക്കറിയല്ലോ. അതിന്നിട്ട് നമ്മൾ എപ്പോഴും കയറി കഴിയേണ്ട ടൈം കഴിഞ്ഞാ.
കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റി പറ്റി ഒന്നാണ് കണ്ടി ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും ടോപ്പത്തെ വ്യൂ കേട്ടോ. ഏറ്റവും ടോപ്പ് വെച്ചാൽ അതാണ്. പക്ഷേ ഇപ്പം നമ്മൾ നിൽക്കുന്നതിൽ ഏറ്റവും ടോപ്പത്തെ വ്യൂ ഇതാണ്. കണ്ടിയ വേറെ നാക്ക് സാധനം അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയേക്കണം കേട്ടോ. അതിൻ്റെ മുമ്പേ ഇവിടെ ഒന്ന് കയറുക മറ്റേ ടെൻ്റ് അതങ്ങനെ അവിടെ നിന്ന് കണ്ടിയ അവിടെത്തിട്ട് നമ്മൾ ആ കുരിശൊക്കെ ഉണ്ടാ. ഞാൻ കുറേ നോക്കി കുരിശ് പോയി അയച്ചിരിക്കുന്നു. ആ കുരിശേക്കണേ അവിടെ പോയേക്കാം നമുക്ക്. ഫുള്ള് പുടുത്തം വിടുന്ന ടൈപ്പ് ചരല് മാറിയിട്ടാ. കരിപ്പിടുക ആ പുടുത്തം വിട്ടാ പണിയോ. നേരത്തെ നമുക്ക് പോകാന്ന് പറഞ്ഞാൽ ആ മല ഉണ്ടായി ചെറിയൊരു കുന്നാണ്. നമുക്ക് പോയാലുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും നമുക്ക്. അവിടെ ഉള്ള വ്യൂ തന്നെ അവിടെയും പോയാൽ കിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ആ കുരിശിൻ്റെ അവിടെ പോയേക്കാം. കുരിശ് ഇവിടെ വരെ വന്നതല്ല എന്തായാലും കുരിശും കൂടി കണ്ടു പോവാം. കുരിശിൻ്റെ അടുത്ത് രണ്ട് വീഡിയോ ഒക്കെ എടുത്ത് കണ്ടേ പോവാം നമുക്ക്. ഇതാണ് ഇവിടെ എടുത്തുനിന്ന് നോക്കുമ്പോൾ കുരിശിൻ്റെ വ്യൂ ട്ടാ. കുരിശിൻ്റെ നേരെപ്പുറത്തുള്ള വ്യൂ ആണ് ടെപ്പങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ എത്തുന്ന ടൈമിൽ വലിയ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ആൾക്കാരുള്ളൂ ഇനി. പക്ഷെ നമ്മൾ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ആൾക്കാരായിട്ട് ഇവിടെ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കാട്ടിൽ പെട്ട വീഡിയോന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ. ഈ ബൈക്കിൽ കൂടെയാണ് ആ കാണുന്ന വലിയ മല നമുക്ക് എത്താൻ പറ്റട്ടോ. ഇന്നത്തെ ഉള്ളിടത്ത് കാണാൻ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ.